നമസ്കാരം. ഇന്നത്തെ വിജയവീതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് അതിഥികളായി കിട്ടിയിരിക്കുന്ന വളരെ വ്യത്യസ്തത പുലർത്തുന്ന രണ്ടുപേരാണ്. നിങ്ങൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള. ഏതാണ്ട് ഒരു അടുക്കളയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് വാചാലമായി എനിക്ക് പറയാനറിയില്ല. പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന രണ്ട് അതിഥികളായ മിസ്റ്റർ ആരിഫും അതുപോലെ തന്നെ ജാഫറിനും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കറിയാൻ പറ്റാത്ത പല സംഭവങ്ങളും, അടുക്കളയ്ക്ക് ഇത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ഇവർ പറയുമ്പോഴായിരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു പോകുന്നത്. എന്തായാലും ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം മിസ്റ്റർ ആരിഫ്, അതുപോലെ തന്നെ ജാഫർ. ഈ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു സംഭവമാണ്. ഒരു വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അടുക്കള എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾ ഇൻറ്റീരിയർ ഡെക്കറേഷൻ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, വ്യക്തമായ രീതിയിൽ എനിക്കൊരു ധാരണയുണ്ട്. പക്ഷേ നിങ്ങൾ ബെഡ്റൂമിലും അല്ലെങ്കിൽ ഹാളിലും അതൊക്കെ മാറി എന്നിട്ട് കിച്ചണിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാരണം എന്താണ്? ഞങ്ങൾ ഒരുപാട് സെർച്ച് ചെയ്തു പല ബിസിനസ്സിനെ കുറിച്ചും. അപ്പോൾ അതിന് ഇനി വരാൻ പോകുന്നൊരു ട്രെൻഡ് മോഡുലാർ കിച്ചൺ ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ വുഡ് മാക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതാണല്ലോ ഇതിൻ്റെ ടൈറ്റില്. അത് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്താണോ? വുഡ് മാക്സ് എന്ന ഞങ്ങളുടെ ഒരു ബ്രാൻഡ് നെയിം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത ഒരു ബ്രാൻഡ് നെയിം. അപ്പോൾ അതിൻ്റെ പാറ്റന്റ് നിങ്ങൾക്ക്? പാറ്റന്റ് ഞങ്ങൾക്ക് സ്വന്തമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങൾ തന്നെ അതിൻ്റെ ഈ പ്രോഡക്ട്സുകളും ബാക്കിയെല്ലാം വെച്ചിട്ട് നിങ്ങൾ ഇതിനെ ഫിറ്റ് ചെയ്യും. യെസ്, അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനത് ചോദിച്ചിട്ട് നിങ്ങൾ ഈ പിന്നെ എഡ്യൂക്കേഷൻ ഏതുവരെ പഠിച്ചിട്ടുണ്ട് രണ്ടുപേരും? ഞാൻ BSc ഡിഗ്രി. ഏതായിരുന്നു സബ്ജക്റ്റ്? IT, ഇന്റീരിയർ ഡിസൈനിങ്. ഇന്റീരിയർ ഡിസൈൻ രണ്ടുപേരും? അല്ല, ഞാൻ ജാഫർ ഞാൻ ഗ്രാജുവേറ്റാണ്. ഗ്രാജുവേറ്റ് ഏതാണ്? ബികോം അക്കൗണ്ടിങ്. അപ്പം പിന്നെ നിങ്ങൾ രണ്ടുപേരുമാണോ അതിൻ്റെ ഓണർ? അല്ല, ഞങ്ങൾ 3 പാർട്ട്ണർമാരുണ്ട് ഇതിൽ മൊത്തത്തിൽ. ഇനി ഒരാൾ മലപ്പുറത്താണ്. മലപ്പുറം ഞങ്ങളുടെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ട് ഏകദേശം ഒരു 3 month ആയി. അപ്പോൾ മൊത്തം നമുക്ക് എത്ര ബ്രാഞ്ച് ഉണ്ട്? ഇപ്പം രണ്ട് ബ്രാഞ്ച് ഉണ്ട്. ഒന്ന് ഇവിടെയും ഒന്ന് മലപ്പുറത്ത്. അപ്പോൾ 3 ബ്രാഞ്ച് തന്നെയാണ്. രണ്ട് ബ്രാഞ്ച് ഓൾറെഡി ഉണ്ട് നിലവിൽ. മൂന്നാമത്തെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഇതിൻ്റെ ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് നമുക്ക് അടുക്കളയ്ക്ക് ഇത്രയും പ്രാധാന്യം ഉണ്ടെന്നും അടുക്കള ഇങ്ങനെയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാമെന്നും സ്വാഭാവികമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് മുതലൊന്ന് പറഞ്ഞു തന്നാൽ. സ്റ്റെപ്പ് മീൻസ് ഇതിൻ്റെ കോസ്റ്റിൽ നമുക്ക് വേണമെങ്കിൽ തുടങ്ങാം. കോസ്റ്റ് ഇപ്പം വീട് വെക്കുമ്പോൾ തന്നെ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു കിച്ചൺ ഇത്ര ഒരു എമൗണ്ട് നീക്കി വെക്കാന്നില്ല. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഒരു ഇത്ര എമൗണ്ട് വീട് വെക്കുമ്പോൾ തന്നെ അത് പ്ലിന്ത് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇത്ര എമൗണ്ട് മാറ്റി വെക്കാം. അത് മിനിമം ഇപ്പോൾ ഒരു 1 lakh 2 lakh എല്ലാം മിനിമം വെക്കുന്നുണ്ട്. ഹൈ പോയി കഴിഞ്ഞാൽ 15 lakh വരെ പോകുന്നുണ്ട്. 15 lakh വരെ പോകുന്നുണ്ട്. എനിക്ക് മറ്റൊരു സംശയം, നമ്മുടെ കേരളത്തിൻ്റെ ഏതാണ്ട് പിന്നെ ഈ വടക്കേ അറ്റത്തുള്ള ജില്ല കാസർഗോഡ് ജില്ലയ്ക്കകത്ത് തന്നെ ഇപ്പോൾ ഇതിന് ഇപ്പം നമ്മൾ നേരത്തെ ആരിഫ് പറഞ്ഞതുപോലെ ഏതാണ്ടൊരു 1 lakh 1.5 ഒക്കെ ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പ്രദേശത്ത് അതിനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. മാത്രമല്ല, നിങ്ങളുടെ കസ്റ്റമർ നിങ്ങൾ ഇവിടെ മാത്രം ഈ റീജിയണിൽ ഈ റൂറൽ മാത്രം പ്രതീക്ഷിക്കുന്നു, അതോ ഞങ്ങളിപ്പോൾ കവർ ചെയ്യുന്നത് ഏകദേശം കണ്ണൂർ, കാസർഗോഡ്, മാംഗ്ലൂർ ഏരിയ കവർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ മാർക്കറ്റിങ്ങിന് ഞങ്ങൾക്ക് ആൾക്കാരുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഞങ്ങളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ NRIs ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിവിടെ കൂടുതലായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് എറണാകുളം NRIസിനെ കുറിച്ച് ഡീറ്റെയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി അവർ ഫോറിനിൽ ഈ കിച്ചണെ കുറിച്ചിട്ട് നല്ല ഡീറ്റെയിൽ അറിഞ്ഞുകൊണ്ട് വരുന്നതാണ്. അപ്പം അതിനെക്കുറിച്ച് നല്ലൊരു ധാരണയോട് കൂടിയാണ് അവർ കിച്ചൺ ചെയ്യാൻ ഇവിടെ വരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രാദേശികമായി നമ്മുടെ കസ്റ്റമറിനെ സംബന്ധിച്ചിടത്തോളം ഇത് A to Z നമ്മൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടി വരും. അപ്പോൾ NRIസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി ഇത്രയും ഫെസിലിറ്റി ഉള്ള കിച്ചണിൽ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ പ്രത്യേകതകൾ, ചില ഔട്ട്സ്റ്റാൻഡിങ് സാധനങ്ങൾ മാത്രം നമുക്ക് പറഞ്ഞു കൊടുക്കണം മതി. ഓക്കെ. അപ്പോൾ മറ്റൊരു സാധാരണ കസ്റ്റമർ ചോദിക്കാറുള്ളത് അവർക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഗ്യാരണ്ടി. പിന്നെ ഏത് വുഡിലാണോ അതോ മറൈൻ പ്ലേയിലാണോ, അങ്ങനത്തെ സംശയങ്ങളാണ് ചോദിക്കാറ്. അപ്പം ഏറ്റവും കൂടുതലായി കസ്റ്റമർ ഇഷ്ടപ്പെടുന്നത് സോളിഡ് വുഡിൽ ചെയ്യുന്നതാണ്. അല്ല, മറ്റൊരു സംശയം, ഈ വുഡ് മാക്സ് എന്ന് പറഞ്ഞാൽ ഈ സാധനം നമ്മൾ ഉണ്ടാക്കുന്ന വുഡിലാണ്. തീർച്ചയായിട്ടും. ഈ വുഡിൽ നമ്മളിപ്പോൾ വെള്ളം വീണ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നമില്ല. അതിനൊക്കെ ഒരു ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുന്നുണ്ട്. എന്ത് വെച്ചാൽ ലൈഫ് ടൈം വാറണ്ടി കൊടുക്കുന്നുണ്ട്. അത് വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. സോളിഡ് വുഡ് UV ഫിനിഷാണ്. അതിപ്പം ഇതിൻ്റെ മുകളിലൊരു വെള്ളം വീണ് കഴിഞ്ഞാൽ താളിൻ്റെ പുറത്ത് വെള്ളം ഒഴിച്ചാണൊക്കെ ഒഴുകിപ്പോകും. ചേമ്പൻ താളിൻ്റെ പുറത്ത് വെച്ചാണ് ഒഴുകിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണത്.
ഇത് ചെയ്യും. അതുപോലെ ഇതിൻ്റെ ഗ്ലാസ്സുകൾ ഞാൻ ശ്രദ്ധിച്ചു, പലതരത്തിലുള്ള ഡിസൈൻസ്. ഈ ഡിസൈൻസ് ഗ്ലാസ്സുകൾ നമ്മൾ അങ്ങനെ കസ്റ്റമൈസ്ഡാ, ഒരു ഗ്ലാസിൻ്റെ അതിൻ്റെ ഷോ ഇത് കാറ്റലോഗ് വെച്ചിട്ട് അവർ സെലക്ട് ചെയ്യും. അപ്പോൾ നമുക്കൊരു സ്കെൽറ്റൻ മാത്രമേ നമുക്ക് ഇതിൽ ആദ്യം കൊടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഇതിന്റെ പാർട്സുകളെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം. തീർച്ചയായിട്ടും അവരും ഞങ്ങൾ ഷെയർ ചെയ്തിട്ടാണ് ഒരു കിച്ചൺ ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഉത്തരവാദിത്ത പകുതി അവരുടെ മണ്ടയിലും കൂടെ ഇരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും 100% കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത് ഞങ്ങൾ. അപ്പോൾ നമുക്കൊരു സ്കെൽറ്റൻ മാത്രമേ നമ്മൾ കൊടുക്കുന്നു, ഒരു സ്കെൽറ്റൻ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്നു. ബാക്കിയുള്ള ഏത് ഷട്ടർ ഡിസൈൻ ഏതാ ഇന്ന് അവരൊരു യൂസ് ചെയ്യുന്നതനുസരിച്ച് കൈയെത്തുന്ന ദൂരത്ത് അവർക്ക് പ്ലേറ്റ് വെക്കാൻ വേണ്ടിയിട്ട് അതിന് സിങ്ക് അവിടെ എത്തില്ല, അതിനനുസരിച്ചിട്ടുള്ള അവരെ ഡെയിലി യൂസിന് പറ്റിയുള്ള ഒരു ഏരിയ എല്ലാം അവർ തന്നെ പറഞ്ഞു തരുന്നതാണ്. ഇങ്ങനെയാണ് വിൻഡോ സൈഡിൽ ഫ്രിഡ്ജ് വേണം, ഇന്ന സൈഡിൽ അതിൻ്റെ ഹോബ് വേണം, സിങ്ക് ഇന്ന സൈഡിൽ വേണം. അപ്പോൾ അതിൽ ഷെയർ ചെയ്തിട്ട് ഞങ്ങളും കൂടിയും ഇരുന്ന് ഞങ്ങളുടെ ഡിസൈനറുടെ കൂടെ ഇരുന്ന് ചെയ്ത് മിക്സ് അത് രണ്ടും തമ്മിൽ യോജിച്ചിട്ടാണ് ഒരു ഡിസൈൻ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുന്നത്. ഏകദേശം ഒരു കിച്ചൺ ചെയ്യണമെങ്കിൽ ഒരു മിനിമം ഒരു 10 സിറ്റിംഗ് എങ്കിലും വേണ്ടി വരും കസ്റ്റമറായിട്ട്.